ഇന്ന് നമുക്ക് കുറച്ച് പി ആർ പാക്കേജസ് പൊളിച്ചു നോക്കാം. ഫസ്റ്റത്തത് വന്നിട്ട് അസായ എന്നുള്ള ബ്രാൻഡിന്റെ പി ആർ പാക്കേജ് ആണ്. ഇവർ അയച്ചു തന്നിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ അതിൽ എഴുതിയിട്ടുള്ളതൊക്കെ കാണിക്കാം കേട്ടോ. മെലനിൻ ഫസ്റ്റ് യു ഫസ്റ്റ് എന്നൊക്കെയുള്ള. ഓക്കെ, അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഓൾറെഡി അൺബോക്സിംഗ് അല്ല ഇത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പൊളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ പാക്കേജിങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഡബ്ബ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ നമ്മൾ സാധാ മോയ്സ്ചറൈസർ എടുക്കുന്ന പോലെ അല്ലായിരുന്നു ഇത് എടുക്കേണ്ടിയിരുന്നത്. അതെനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. അതായത് അവർ കൊറിയൻ സ്കിൻ കെയർ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്കിന്നിന് പറ്റിയിട്ടുള്ള കൊറിയൻ, അങ്ങനെയാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത് അവരുടെ പേജിലൊക്കെ. അപ്പൊ ഞാൻ ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ആവുക എന്നുള്ളതാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ പ്രസ് ചെയ്താലാണ് പ്രൊഡക്റ്റ് വരിക എന്നുള്ളത്. ഇത് അടിപൊളിയായിട്ടുള്ളത് തോന്നി എനിക്ക്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊറിയൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2050 അവര് അവരുടെ സ്കിൻ കെയർ കൊണ്ടുപോകുന്നതാണ്, അങ്ങനെയാണ് പറയുന്നത്. അതായത് അവർ അത്രയും പടി മുന്നിലാണ് എന്നുള്ള ഒരു അർത്ഥം. എനിക്ക് എന്ത് സാധനം കിട്ടിയാലും ഞാൻ സ്മെൽ ചെയ്ത് നോക്കട്ടോ. അതാണ് ഞാൻ ഫസ്റ്റ് സ്മെൽ ചെയ്ത് നോക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഫ്രാഗ്രൻസ് കാര്യങ്ങളൊന്നും ഇല്ല. അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അടുത്തത് വന്നിട്ട് KV ബ്യൂട്ടി എന്നുള്ളൊരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ആണ്. ഇതൊരു പുതിയ ഇന്ത്യൻ ബ്രാൻഡാണ്. ഇവരുടെ ബ്ലഷസ് ആണ്. ഇത് ലിക്വിഡ് ബ്ലഷസ്, ന്യൂ ലോഞ്ച് ആയിട്ടുള്ള ലിക്വിഡ് ബ്ലഷസ് ആണിത്. 4 ഷെയ്ഡ്സ് ആണ് ഇവര് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത്. നല്ല ഷെയ്ഡ്സ് ആണ്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഷെയ്ഡ്സ് ആണ്. അതുപോലെ ഇവര് നമുക്കൊരു നോട്ട് തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാർഡ് പോലത്തെ ഒരു സാധനം വേറെ തന്നിട്ടുണ്ടായിരുന്നു. നല്ല പാക്കേജിംഗ് ആണ്. അവരുടെ ബ്ലഷസ് യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ കറന്റ് ഫേവറേറ്റ് ബ്ലഷസ് ആയിട്ട് തന്നെ അതിൽ പേർപ്പിൾ, പ്രത്യേകിച്ച് അതിൽ പേർപ്പിൾ എന്റെ കറന്റ് ഫേവറേറ്റ് ബ്ലഷ് ആയിട്ട് മാറിക്കഴിഞ്ഞു ഓൾറെഡി. ഇനി അടുത്തത് വന്നിട്ടുള്ളത് സോ ട്രൂ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. ഇവരെനിക്ക് ഒരു പ്രോഡക്റ്റിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും സാധനങ്ങൾ തന്നിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ നമ്മളുടെ ഡെർമ റോളർ ഉണ്ട്, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഡെർമ റോളർ. അത് മസ്കാര അല്ല കേട്ടോ, അത് നമ്മളുടെ ബേബി ഹെയർസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജെല്ലാണ്. പിന്നെ മോയ്സ്ചറൈസർ, ആ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ രണ്ടാമത്തെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ക്ലെൻസർ ആണ്. ക്ലെൻസർ കം മേക്കപ്പ് റിമൂവർ ആണ്. ഇത് നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ടുള്ള സ്ട്രോപ്പ് റിവ്യൂ, ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് അവർ എനിക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ അടുത്തത് ഒരു സൺ സ്റ്റിക്ക് ആണ് വന്നിട്ടുള്ളത്. അടുത്തതും ഒരു സ്ട്രോപ്പ് ക്രീം ആണ്. 2 സ്ട്രോപ്പ് ക്രീംസ് ഉണ്ടായിരുന്നു, പിങ്കും ഗോൾഡും. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ ആണ്, ഒരു മിസ്റ്റ്, ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് മിസ്റ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു റോസ് വാട്ടർ. അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.